അവസാനിച്ചുവെന്ന് കരുതിയ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. വെള്ളിയാഴ്ച ഒപ്പുവെച്ച ഇറാൻ അമേരിക്ക ഇടക്കാല സമാധാന കരാറിലെ ആദ്യ വ്യവസ്ഥ തന്നെ ഇസ്രയേൽ തെറ്റിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങൾ വീണ്ടും മാറിമറിയുന്നത്. ഈ ധാരണാപത്രം ഒപ്പുവെക്കുന്നതോടെ ലെബനന് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഉടനടി വെടിനിർത്തൽ നടപ്പാക്കും. ഇരു രാജ്യങ്ങളും ഇനി മുതൽ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ സൈനിക ശക്തിയോ പ്രയോഗിക്കില്ല എന്നൊക്കെയാണ് ഉറപ്പു നൽകുന്നത്. ഇതായിരുന്നു 14 കരാറിലെ ആദ്യ വ്യവസ്ഥ. പക്ഷേ കരാറിൽ ഒപ്പിടാത്ത ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടർന്നു. കഴിഞ്ഞ ദിവസം ലെബനനിലെ ഹിസ്ബുല്ല പോരാളികളും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ വ്യവസ്ഥയുമുണ്ടാക്കി. ഇതോടെ ലെബനനെ ഇനി ആക്രമിക്കില്ല എന്ന് എല്ലാവരും ആശ്വസിച്ചതുമാണ്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ലെബനനിൽ ആക്രമണം നടത്തി. അതോടെ കരാറിലെ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. അത് തുറന്നു തന്നെ കിടക്കുകയാണ് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. ഇതുതന്നെ സംഘർഷത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. ഇടക്കാല കരാർ പ്രകാരം 60 ദിവസത്തിനകം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അശുഭകരമായ കാര്യങ്ങളാണ്. ഇസ്രായേൽ നടത്തിയ ലെബനൻ ആക്രമണത്തിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് അമേരിക്ക നടത്തിയ വ്യക്തമായ വിശ്വാസവഞ്ചനയാണ് എന്ന് ഇറാൻ പ്രതികരിച്ചു. ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിനാലാണ് ഹോർമൂസ് വീണ്ടും അടച്ചത് എന്ന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡായ ഖാദം അൽ അംബിയ ആസ്ഥാനം അറിയിച്ചു. ആഗോള ഊർജ്ജ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന ഈ തർക്കം സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ വെല്ലുവിളിയാണ്. മേഖലയിലെ സമാധാനം നിലനിർത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും പിരിമുറുക്കവും തുടരുകയുമാണ്. എന്നാൽ ഈ മേഖലയിൽ കപ്പൽ സഞ്ചാരം തടസ്സപ്പെട്ടതിന് തെളിവുകൾ ഒന്നുമില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇറാനുമായി ഉണ്ടാക്കിയ 14 കരാറിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ നിലനിൽക്കുമെന്ന് ആത്മവിശ്വാസമുള്ളതായാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഫോക്സ് ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ നടപടിയെ തങ്ങളുടെ പ്രതികരണത്തിന്റെ ആദ്യഘട്ടമെന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണം തുടരുകയാണെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള കപ്പൽ ഗതാഗതവും തടസ്സപ്പെടുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവിച്ചത്. ഈ ജലപാതയിലേക്ക് കപ്പലുകൾ അടുക്കരുത് എന്നും ആക്രമിക്കപ്പെടുമെന്നും IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ഹോർമൂസിലൂടെയുള്ള കപ്പൽ യാത്രയിൽ നിർണായക പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇപ്പോൾ ഒപ്പിട്ട 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇറാനുമായുള്ള സമാധാന കരാർ പൂർത്തിയായില്ല എങ്കിൽ ഒരു ടോൾ ഈടാക്കിയേക്കുമെന്നുകൂടി പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സംരക്ഷകരായി പ്രവർത്തിച്ചതിന്റെ ഫീസ് എന്ന നിലയിൽ അമേരിക്ക ഹോർമൂസിൽ ടോൾ ഈടാക്കിയേക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചന നൽകിയിരിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഹോർമൂസ് കടലിടുക്കിൽ ടോൾ ഉണ്ടായിരിക്കില്ല. 60 ദിവസത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ടോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ കരാർ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് സംരക്ഷണത്തിനായി നൽകിയ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഭാവിയിലുള്ളതുമായ ചെലവുകൾക്കായി US ടോൾ ഈടാക്കാം. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച വരികളാണ് ഇത്. ഇറാൻ യുദ്ധത്തിലെ ചെലവുകൾ സംബന്ധിച്ച് അമേരിക്കയിൽ ട്രംപിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് ഇത്തരമൊരു പ്രസ്താവന വന്നിരിക്കുന്നത്. പ്രാഥമിക കരാറിന് ശേഷം സ്വിറ്റ്സർലാൻഡിൽ ഇറാനും US ഒന്നാം ഘട്ട ചർച്ച ആരംഭിക്കാനിരിക്കെ കൂടിയാണ് ട്രംപിന്റെ പ്രതികരണം. കരാർ അന്തിമമായപ്പോഴേക്കും തഴയപ്പെട്ട പാകിസ്ഥാന്റെ പ്രതിനിധികളാണ് അപ്പോഴും മധ്യസ്ഥരായി തുടരുന്നത്. അവരും ഇറാൻ പ്രതിനിധികളും സ്വിറ്റ്സർലാൻഡിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നെത്തും. 1-2 ദിവസം മാത്രം സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടാകൂവെന്ന് യാത്ര തിരിക്കും മുൻപ് വാൻസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ആണവ വിഷയത്തിലും ലെബനൻ വിഷയത്തിലും പുരോഗതി കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലെബനനിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നും വാൻസ് വ്യക്തമാക്കി. മറ്റ് US പ്രതിനിധികൾ നേരത്തെ എത്തിയിട്ടുണ്ട്. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും നേതൃത്വം നൽകുന്ന ചർച്ചകളാണ് നടക്കുക. എന്നാൽ ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതോടെ ചർച്ചയും അനിശ്ചിതാവസ്ഥയിലാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ഇടക്കാല കരാറിലെ ആദ്യത്തെ വ്യവസ്ഥ ലെബനനെയും ഉൾപ്പെടുത്തുന്നതാണ്. അത് ഇറാന്റെ നിർബന്ധം പരിഗണിച്ച് കരാറിൽ ഉൾപ്പെടുത്താൻ അമേരിക്ക തയ്യാറായതാണ്. പക്ഷേ ഇസ്രായേൽ കരാറിന്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് അവർ ലെബനനെ ആക്രമിക്കുന്നത് തുടരുന്നത്. അമേരിക്ക ഇസ്രായേലിനെ കടിഞ്ഞാൺ ഇടണമെന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്.
ഗൾഫ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട എന്നാൽ ഒറ്റപ്പെട്ട അസ്തിത്വമുള്ള ഇറാന് പശ്ചിമേഷ്യയിൽ തന്ത്രപരമായ മേൽക്കൈ നേടിക്കൊടുക്കുന്നത് യമനിലെ ഹൂതി പോരാളികളും ലെബനിലെ ഹിസ്ബുല്ല പോരാളികളും പലസ്തീനിലെ ഹമാസ് പോരാളികളുമാണ്. അതിനാൽ സഖ്യകക്ഷികളെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. വെടിനിർത്തൽ നിലവിൽ നിന്നപ്പോഴും ഇസ്രയേൽ ലെബനനിൽ ആക്രമണം നടത്തി. ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയാണ് പ്രതികാരം ചെയ്തത്. ഇടക്കാല കരാർ നിലവിൽ വന്നിട്ടും ലെബനനിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടർന്നു. ഹിസ്ബുല്ലയുമായി വെടിനിർത്തൽ ധാരണ വന്നിട്ടും കഴിഞ്ഞ ദിവസം ലെബനനെ ആക്രമിച്ചു ഇസ്രയേൽ. തെക്കൻ ലെബനിൽ നിന്ന് ഇസ്രയേൽ സേനയ്ക്ക് നേരെ ഹിസ്ബുല്ല രാത്രിയിൽ 50-ലധികം ചെറു മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. മറുപടിയായി ഡസൻ കണക്കിന് ഹിസ്ബുല്ല ലക്ഷ്യങ്ങളെയും പോരാളികളെയും ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി മാർച്ച് 2-ന് ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ വർഷിച്ചതോടെ ലെബനൻ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. ഇതിനിടെ കരാറിലെ വിവരങ്ങൾ പുറത്തുവരാൻ വൈകിയതിന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പരിഹസിച്ചതിൽ ഇളഭ്യരായിരിക്കുകയാണ് പാകിസ്ഥാൻ. കരാറിനായി മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാനിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്തതുമൂലമാണ് അവർക്ക് ഇറാനുമായുള്ള ധാരണാപത്രത്തിന്റെ വിവരങ്ങൾ യഥാസമയത്ത് പരസ്യപ്പെടുത്താൻ കഴിയാതെ പോയത് എന്നായിരുന്നു വാൻസിന്റെ വിമർശനം. ഖത്തറിനൊപ്പം ചേർന്ന് മധ്യസ്ഥത വഹിച്ച US ഇറാൻ സമാധാന കരാറിനെ ചൊല്ലി പാകിസ്ഥാൻ വലിയ നാണക്കേട് നേരിടുന്നതിനിടയിലാണ് വാൻസിന്റെ പരാമർശം കൂടി പുറത്തുവരുന്നത്. ജൂൺ 15-ന് കരാർ പ്രഖ്യാപിച്ചുവെങ്കിലും 2 ദിവസത്തിന് ശേഷമാണ് ഔദ്യോഗിക രേഖകൾ പുറത്തുവന്നത്. ഞങ്ങൾക്ക് ഇത് പുറത്തുവിടാൻ താൽപ്പര്യമുണ്ടായിരുന്നു, എന്നാൽ പാകിസ്ഥാനിലെയും ഖത്തറിലെയും സംവിധാനങ്ങളിൽ അമേരിക്കയിലേതുപോലെ ഭരണഘടനയുടെ 1-ാം ഭേദഗതിയോ മാധ്യമ സ്വാതന്ത്ര്യമോ ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നമെന്നാണ് വാൻസ് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്ത രാജ്യം എന്ന നിലയിൽ നിന്ന് ഇറാൻ അമേരിക്ക യുദ്ധത്തിലെ മധ്യസ്ഥൻ എന്ന നിലയിലേക്ക് വളർന്ന പാകിസ്ഥാന് വാൻസിന്റെ അഭിപ്രായ പ്രകടനം വലിയ ക്ഷീണം തന്നെയാണ്. അമേരിക്കയിൽ ഡെമോക്രാറ്റുകളുടെ വിമർശനത്തെ തുടർന്ന് ബുധനാഴ്ചയാണ് ഇടക്കാല കരാറിന്റെ പൂർണ്ണ രൂപം പുറത്തിറക്കിയത്. വിവരങ്ങൾ വൈകിയതിന്റെ കാരണം വാൻസ് പറഞ്ഞതോടെ ലോകത്തിന്റെ ശ്രദ്ധ ഒന്നുകൂടി പാകിസ്ഥാനിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വലിയ വെല്ലുവിളിയാണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 153-ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. ഈയിടെ പാസാക്കിയ ഭരണഘടനാ ഭേദഗതി മൗലികാവകാശങ്ങൾ പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഇല്ലാതാക്കിക്കൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ വീണ്ടും തടസ്സപ്പെടുത്തി. ഭരണകൂടത്തിനെതിരെ സംസാരിച്ച നിരവധി മാധ്യമപ്രവർത്തകർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ തെളിവുകൾ നിരത്തിയവരും തോക്കിനിരയായിട്ടുണ്ട്. ഭരണകൂടം പോറ്റി വളർത്തുന്ന ഭീകരരെക്കുറിച്ച് വാർത്ത നൽകിയവരെ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI തന്നെ വകവരുത്തിയതായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി കരാറിലേക്ക് തിരികെ വന്നാൽ US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാർ വലിയൊരു നയതന്ത്ര നേട്ടമായാണ് പാകിസ്ഥാൻ അവതരിപ്പിച്ചിരുന്നത്. ജൂൺ 19-ന് സ്വിറ്റ്സർലാൻഡിൽ ഔദ്യോഗിക ഒപ്പിടൽ ചടങ്ങ് നടക്കുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചതാണ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വ്യാഴാഴ്ച ഡിജിറ്റലായി കരാറിൽ ഒപ്പുവെച്ചു. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി. പാകിസ്ഥാന് ഈ ഒരു കരാർ വലിയ ക്ഷീണമായതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അക്കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പാകിസ്ഥാന് ഈ കരാർ എങ്ങനെയാണ് ക്ഷീണമായത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം.